പ്രിയപ്പെട്ട ഗ്രന്ഥശാല പ്രവർത്തകരെ, സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, ഞാൻ KP കുഞ്ഞികൃഷ്ണൻ, പ്രസിഡന്റ്, യുവജന ഗ്രന്ഥാലയം, കേരളം. ഇന്ന് ഒക്ടോബർ മാസം 27, മലയാളത്തിലെ പ്രശസ്ത കവിയും ഗാനരചയിതാവുമായിരുന്ന വയലാർ രാമവർമ്മയുടെ ചരമദിനം. ആലപ്പുഴ ജില്ലയിലെ ചേർത്തല താലൂക്കിൽ വയലാർ ഗ്രാമത്തിൽ 1928 മാർച്ച് മാസം 25-ാം തീയതിയാണ് വയലാർ രാമവർമ്മ ജനിച്ചത്. അച്ഛൻ വെള്ളാരപ്പള്ളി കേരളവർമ്മ, അമ്മ വയലാർ രാഘവപ്പറമ്പിൽ അമ്പാലിക തമ്പുരാട്ടി. വയലാർ രാമവർമ്മക്ക് 3.5 വയസ്സുള്ളപ്പോൾ അച്ഛൻ കേരളവർമ്മ അന്തരിച്ചു. ഈ മരണത്തെ ബന്ധപ്പെടുത്തി അദ്ദേഹം പിന്നീട് ആത്മാവിൽ ഒരു ചിത എന്ന കവിത എഴുതിയിട്ടുണ്ട്. അച്ഛൻ്റെ മരണശേഷം അമ്മയുടെയും അമ്മാവൻ്റെയും മേൽനോട്ടത്തിൽ വിദ്യാഭ്യാസം ഗുരുകുല രീതിയിൽ സംസ്കൃതം പഠിച്ചു. വയലാർ സ്കൂളിലെ രാമൻപിള്ള മാസ്റ്റർ ക്ലാസ്സിൽ വന്നാൽ വയലാറിനോട് പറയുമത്രേ, നീ എന്തിനാണ് ഇങ്ങോട്ട് വരുന്നത്? സമയനഷ്ടം. നിനക്ക് മലയാളം ഒഴികെ ഒന്നും അറിയില്ല. മലയാളത്തിൽ കടന്നു പിടിക്കാം, അത്ര തന്നെ. എല്ലാ ശകാരവും കേട്ട് അന്തർമുഖനായി ക്ലാസ്സിലിരിക്കും. ആ വിദ്യാർത്ഥിയാണ് മലയാളക്കരയെ വിസ്മയത്തിൽ നിർത്തിക്കൊണ്ട് മലയാള പദാവലി കൊണ്ട് അമ്മാനമടിയ വയലാർ രാമവർമ്മ. വയലാർ രാമവർമ്മ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമായും പുരോഗമന സാംസ്കാരിക സാഹിത്യ പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു. കവി എന്നതിലുപരി സിനിമ ഗാനരചയിതാവ് എന്ന നിലയിലും പ്രശസ്തനായി. 223 സിനിമകൾക്കായി വയലാർ 2000-ൽ പരം പാട്ടുകൾ രചിച്ചു. അതിൽ 85 ചലച്ചിത്രത്തിന്റെ ഗാനങ്ങൾക്ക് സംഗീതം നൽകിയത് ദേവരാജ മാസ്റ്ററാണ്. വയലാറിന്റെ ഗാനങ്ങൾക്ക് സംഗീതം ദേവരാജ മാസ്റ്റർ, പാടിയത് യേശുദാസ്. ജനഹൃദയങ്ങളിൽ ഇന്നും സ്ഥാനം പിടിച്ച എത്ര ഗാനങ്ങൾ. മലയാളത്തിലെ അനശ്വര സംഗീതജ്ഞനാണ് ദേവരാജ മാസ്റ്റർ. പറവൂർ ഗോവിന്ദൻ ദേവരാജ മാസ്റ്റർ എന്നാണ് G. ദേവരാജ മാസ്റ്ററുടെ പൂർണ്ണനാമം. ദേവരാജ മാസ്റ്റർ 300ഓളം സിനിമകൾക്ക് സംഗീതം ചെയ്തിട്ടുണ്ട്. ദേവരാജ മാസ്റ്ററുടെ പ്രിയ സുഹൃത്തായിരുന്നു ONV കുറുപ്പ്. പറവൂർ ദേവരാജ മാസ്റ്റർ, വയലാർ രാമവർമ്മ, P. ഭാസ്കരൻ, ONV കുറുപ്പ് ഇവരെല്ലാം മലയാളികളുടെ മനസ്സിൽ എന്നും ജ്വലിച്ചു നിൽക്കുന്ന നക്ഷത്രങ്ങളാണ്. എത്ര വിപ്ലവഗാനങ്ങൾ. സത്യത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും ലോകത്തെ തേടി ആ കവിഹൃദയം അലഞ്ഞു നടന്നു. കവിതയുടെ ആത്മാവിലേക്ക് സംഗീതത്തെ കടത്തിവിടുകയും ഗാനങ്ങളുടെ ഹൃദയത്തിലേക്ക് കവിതയെ ആവാഹിക്കുകയും ചെയ്ത വയലാർ എന്ന കാവ്യഗന്ധർവൻ മലയാളത്തിൻ്റെ ആത്മാവാണ് എന്നും. വയലാറിനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ആത്മസുഹൃത്ത് മലയാറ്റൂർ രാമകൃഷ്ണൻ എഴുതി, നീ ഈ നാടിൻ്റെ ഗാനമായി, ജ്വാലയായി, ലഹരിയായി, ഉന്മാദമായി, ഒടുവിൽ നീ യാത്ര പറഞ്ഞു പോയപ്പോൾ കരയാനറിയാത്ത ദൈവങ്ങളും കരയാൻ മാത്രം പഠിച്ച ഞങ്ങളും കണ്ണീരൊഴുക്കി. നീ മലയാള ഭാഷയുടെ അഭിമാനമാണ്. നീ എന്നും അതായിരിക്കും. നിനക്ക് മരണമില്ല. NV കൃഷ്ണവാര്യർ പറഞ്ഞു, വയലാർ മരിച്ചെങ്കിലും അദ്ദേഹത്തിൻ്റെ കവിതയ്ക്ക് മരണമില്ല. അത് മലയാളിയുടെ സാംസ്കാരിക പൈതൃകത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞിരിക്കുന്നു. എപ്പോഴും നശിക്കാത്ത ഒരു താഴികക്കുടം പോലെ പൊന്തി നിൽക്കും. വയലാറിനെ കുറിച്ച് വിശേഷിപ്പിക്കാവുന്ന ജ്യേഷ്ഠകവി P. ഭാസ്കരൻ പറഞ്ഞത്, വയലാർ സമരം കഴിഞ്ഞ് ഏറെ വർഷങ്ങൾക്ക് ശേഷം ആ സംഭവം നടന്ന ഒക്ടോബർ 27-നാണ് തന്നെയാണ് വയലാർ രാമവർമ്മ അന്തരിച്ചത് എന്നത് ഏതോ ഒരു യാദൃശ്ചികതയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. വയലാറിനെ ഞാൻ അറിയുന്നത് കുറേ വർഷങ്ങൾക്ക് മുമ്പാണ്. വയലാർ സംഭവം നടന്ന് ഏറെ താമസിയാതെ ആലപ്പുഴയിൽ നിന്നും ഇറങ്ങുന്ന ഒരു മാസികയിൽ വയലാറിലെ തലയോടുകൾ എന്ന പേരിൽ ഒരു കവിത വായിക്കാനിടയായി. ആ കവിത അച്ചടിച്ചു വന്ന മാസിക തിരുവിതാംകൂർ നിരോധിക്കപ്പെട്ടു. അത് ഒരു അത്ഭുതപൂർവമായ ഒരു സാഹിത്യ സൃഷ്ടിയായി എനിക്ക് തോന്നി. അന്നു മുതൽ ഞാനും എന്നിലെ കവിയും വയലാറിനെ അന്വേഷിച്ചു തുടങ്ങി. അങ്ങനെ അദ്ദേഹത്തിന്റെ വീട് മനസ്സിലാക്കി രാഘവപ്പറമ്പിലെത്തി വളരെ നേരം അദ്ദേഹവുമായി സംസാരിച്ചതും സ്നേഹബന്ധം ആരംഭിച്ചതും ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. വയലാറും ONVയും കവിതാരംഗത്ത്, പ്രത്യേകിച്ച് പുരോഗമനാശയരംഗത്ത് എന്നെ ആകർഷിച്ചിരുന്ന കവികളായിരുന്നു. എന്നേക്കാൾ പ്രായം കൊണ്ട് ചെറുപ്പമാണവർ. എങ്കിലും കാവ്യരംഗത്ത് ഒരു തലമുറയിലാണ് ഞങ്ങൾ. വയലാറിന്റെ ഗാനങ്ങൾ എനിക്ക് ഏറെ ഇഷ്ടമാണ്. അദ്ദേഹത്തിന്റെ കവിതകൾക്കുള്ള ലാളിത്യവും താളാത്മകതയും ഒന്ന് വേറിട്ട് തന്നെയാണ്. വയലാർ എഴുതിയ മിക്ക ഗാനങ്ങളും അനശ്വരങ്ങളാണ്. കാലാതിവർത്തിയായി അവ നിലനിൽക്കുക തന്നെ ചെയ്യും. ONV പറഞ്ഞത്, വയലാറിന്റെ ഗാനങ്ങൾ വിപ്ലവ വീര്യം ഉണർത്തുമ്പോഴും ആ പാട്ടുകൾ ഇളനീരിൻ്റെയും കാട്ടുതേനിൻ്റെയും സ്വാദുറ്റവയായിരുന്നു എന്നാണ്. കേരളത്തിലെ വിപ്ലവ പ്രസ്ഥാനം വയലാറിനെ സ്നേഹാദരങ്ങളോടെ സ്മരിക്കുന്നതിന് അദ്ദേഹത്തിൻ്റെ പല ഗാനങ്ങളും കവിതകളും കാരണഭൂതമായിട്ടുണ്ട്. ഈ മണ്ണിനെപ്പറ്റിയും മണ്ണിൽ വിത്തും വിയർപ്പും വിതക്കുന്ന മനുഷ്യനെപ്പറ്റിയും എഴുതിയിട്ടുള്ളപ്പോഴെല്ലാം ആ തൂലിക തുമ്പത്ത് ശക്തിയുടെ പദതാളം തുടിച്ച് ഉണർന്നിട്ടുണ്ട്.
തിരുനെല്ലൂർ കരുണാകരൻ ഇങ്ങനെ പറയുന്നു: വയലാർ സമരത്തിന് ശേഷമാണ് ഞാൻ രാമവർമ്മയെ കാണുന്നത്. ഏറെ നേരം ഞങ്ങൾ സംസാരിച്ചു കൊണ്ടിരുന്നു. മാർക്സിസത്തെക്കുറിച്ചും കവിതയെക്കുറിച്ചുമായിരുന്നു സംസാരം. അന്നാരംഭിച്ച സൗഹൃദം അപങ്കുരം തുടർന്നു. വാളല്ലൻ സമരായുധമെന്നും അത് വിറ്റ് മണിപ്പൊൻവീണ വാങ്ങിയെന്നും വയലാർ പാടിയപ്പോൾ അദ്ദേഹം വർഗസമരത്തിന്റെ രംഗത്ത് നിന്നും ജീർണമായ ഫ്യൂഡലിസത്തിന്റെയും സുഖാലിസത്തിലേക്ക് പിൻവാങ്ങുകയാണുണ്ടായതെന്നും ചിലർ കുറ്റപ്പെടുത്തി. വയലാർ വാസ്തവത്തിൽ കവിതയുടെ വിപ്ലവോന്മുഖമായ സൗന്ദര്യ തീക്ഷ്ണതയെ തിരിച്ചറിയുകയായിരുന്നു. ചലച്ചിത്ര ഗാനങ്ങളുടെ രചന കൊണ്ട് വയലാർ സ്വന്തം കവിത്വ സിദ്ധിയെ ദുർവിനിയോഗം ചെയ്യുകയായിരുന്നു എന്നും ചിലർ പരാതിപ്പെട്ടു. അദ്ദേഹത്തിന്റെ ഗാനങ്ങളിൽ ഏറിയ കൂറും ഒന്നാം തരം ഭാവഗീതങ്ങളാണ്. ഭാവിയിൽ അവ അറിയപ്പെടാൻ പോകുന്നതും ആ രീതിയിൽ തന്നെയായിരിക്കും. സമൂഹത്തിലെ പച്ച മനുഷ്യന്റെ സുഖവും ദുഃഖവും ഒപ്പിയെടുത്തുകൊണ്ടാണ് വയലാർ ഗാനങ്ങളും കവിതകളും രചിക്കാറ്. 1961 സർഗസംഗീതം എന്ന കൃതിക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു. 1974 നെല്ല്, അതിഥി എന്നീ ചിത്രങ്ങളിലൂടെ മികച്ച ഗാനരചയിതാവിനുള്ള രാഷ്ട്രപതിയുടെ സ്വർണ്ണ പതക്കവും നേടി. വയലാർ രാമവർമ്മയുടെ ബലികുടീരങ്ങളെ എന്ന് തുടങ്ങുന്ന ഗാനം ഏറെ ജനശ്രദ്ധ പിടിച്ചുപറ്റിയതാണ്. എറണാകുളത്ത് AITC-യുടെ ദേശീയ സമ്മേളനം നടക്കുന്ന കാലം. സമ്മേളനത്തിൽ ഒരു സ്വാഗത ഗാനം വേണമെന്ന് സംഘാടകർ തീരുമാനിച്ചു. ആ കാലത്ത് KPSC-ക്കും കാളിദാസ കലാകേന്ദ്രത്തിനുമെല്ലാം ഗാനങ്ങൾ എഴുതിക്കൊണ്ടിരുന്നത് ONV ആണ്. ONV-ക്ക് എറണാകുളം മഹാരാജാസ് കോളേജിൽ അധ്യാപകനായി നിയമനം ലഭിച്ച സമയം. കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന നിലയിൽ പോലീസ് വെരിഫിക്കേഷന്റെ ഭാഗമായി ONV-ക്ക് ആദ്യ നിയമനം ലഭിച്ചില്ല. അവസാനം അന്നത്തെ ഗവർണർ B. രാമകൃഷ്ണറാവുവിന്റെ ഇടപെടലിന്റെ ഭാഗമായാണ് നിയമനം ലഭിച്ചത്. തുടർന്ന് പ്രൊബേഷൻ കഴിയുന്നതുവരെ വിപ്ലവഗാനങ്ങൾ എഴുതുന്നത് തൽക്കാലത്തേക്ക് നിർത്തണമെന്ന് ഉപദേശം ഗവർണർ ONV-ക്ക് കൊടുത്തിരുന്നു. അതുകൊണ്ട് സ്വാഗതഗാനം എഴുതുവാൻ ONV-യും ദേവരാജ മാസ്റ്ററും രാഘവപ്പറമ്പിലെത്തി രാമവർമ്മയെ കണ്ടു. തുടർന്ന് അടുത്ത ദിവസം 3 പേരും എറണാകുളത്തേക്ക് പുറപ്പെട്ടു. രാവിലെ ONV കോളേജിലേക്ക് പോയി. വൈകുന്നേരം ONV തിരിച്ചു വരുമ്പോഴേക്കും വയലാർ ബലികുടീരങ്ങളെ എന്ന ഗാനം എഴുതുകയും ദേവരാജ മാസ്റ്റർ സംഗീതം കൊടുക്കുകയും ചെയ്തിരുന്നു. ഈ ഗാനം പിന്നീട് KPSC-യുടെ നാടക അവതരണ ഗാനമായി KS ജോർജാണ് പാടി വന്നത്. എന്നാൽ ഈ പാട്ടുമായി ബന്ധപ്പെട്ട് പ്രശസ്ത സിനിമാ പ്രവർത്തകനും തിരക്കഥാകൃത്തും പ്രഗത്ഭ വാഗ്മിയുമായ വയലാറിന്റെ സുഹൃത്തുമായ ശ്രീ ജോൺ പോൾ സാർ പറയുന്നത് ഇങ്ങനെയാണ്: എറണാകുളം സമ്മേളനത്തിൽ ഈ ഗാനം പാടിയത് പ്രസിദ്ധ ഗായകനും പിന്നീട് പ്രശസ്ത സിനിമാ നടനുമായിരുന്ന ശ്രീ ജോസ് പ്രകാശ് ആയിരുന്നു. അതുപോലെ തന്നെ ഈ ഗാനം 1957 തിരുവനന്തപുരത്ത് വെച്ച് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ 100ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി നടന്ന സമ്മേളനത്തിൽ ഈ ഗാനം തന്നെ അവതരണ ഗാനമായി ആലപിക്കുവാൻ തീരുമാനിച്ചു. ചടങ്ങിൽ പങ്കെടുക്കുന്ന വിശിഷ്ടാതിഥി ഇന്ത്യൻ യൂണിയൻ പ്രസിഡന്റ് ശ്രീ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. പ്രസിഡന്റ് പങ്കെടുക്കുന്ന യോഗത്തിൽ അവതരിപ്പിക്കുന്ന പരിപാടികൾ എല്ലാം സെൻസറിന് വിധേയമാണ്. അന്നത്തെ പോലീസ് IG ബലികുടീരങ്ങളെ എന്ന പാട്ടിലെ ചെങ്കൊടി ചെങ്കൊടി എന്ന പദങ്ങൾ ഒഴിവാക്കണമെന്ന് നിർദ്ദേശിച്ചു. കലാപരിപാടികളുടെ ഉത്തരവാദിത്തം ശ്രീ പൊൻകുന്നം വർക്കിക്കായിരുന്നു. പൊൻകുന്നം വർക്കിയും IG-യും തമ്മിൽ തർക്കം നടന്നു. വയലാർ ഇടപെട്ട് പദങ്ങൾ തിരുത്താൻ സമ്മതിച്ചു. എന്നാൽ വേദിയിൽ ജോസ് പ്രകാശ് പാടാൻ പോകുമ്പോൾ വയലാർ ജോസ് പ്രകാശിനോട് പറഞ്ഞു അത്രേ, വേദിയിൽ പാടുമ്പോൾ ആദ്യം എഴുതിയതുപോലെ തന്നെ പാടാൻ നിർദ്ദേശിച്ചു. മലനാട്ടിലെ മണ്ണിൽ നിന്നിതാ പുതിയ ചെങ്കൊടി എന്ന് തന്നെ പാടുകയും ചെയ്തു. ആ കാലഘട്ടത്തിൽ വയലാർ ദേവരാജൻ കൂട്ടുകെട്ട് ഇത്തരം അനേകം ഗാനങ്ങൾ മലയാളിക്ക് സമ്മാനിച്ചു. ചെങ്ങനാട് പുത്തൻകോവിലകത്ത് ചന്ദ്രമതി തമ്പുരാട്ടിയായിരുന്നു വയലാറിന്റെ ആദ്യ ഭാര്യ. 1949 വിവാഹം നടന്നത്. 7 വർഷം കഴിഞ്ഞിട്ടും കുട്ടികളുണ്ടായില്ല. തുടർന്ന് അമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങി ചന്ദ്രമതി തമ്പുരാട്ടിയുടെ ഇളയ സഹോദരി ഭാരതി തമ്പുരാട്ടിയെ വയലാർ വിവാഹം കഴിച്ചു. പ്രശസ്ത ഗാനരചയിതാവ് വയലാർ ശരത്ചന്ദ്ര വർമ്മ, ഇന്ദുലേഖ, യമുന, സന്ധ്യ എന്നിവർ മക്കളാണ്. വയലാറിന്റെ എല്ലാ കവിതകളും പ്രകൃതിയും മനുഷ്യനും സമൂഹവുമായി ബന്ധപ്പെട്ടതാണ്. ഗാനങ്ങൾ എഴുതുമ്പോൾ വയലാറിന് മുന്നിൽ അസാധ്യമായ ഒന്നും ഇല്ലായിരുന്നു. ഇനി ഇങ്ങനെ വേറൊരാൾ ജനിക്കുകയുമില്ല. വയലാർ മദ്യപിക്കുമെങ്കിലും ഒരിക്കലും മദ്യപിച്ച് കവിത എഴുതിയിട്ടില്ല. കവിതാരചന അദ്ദേഹത്തിന്റെ ഒരു തപസ്യയായിരുന്നു. സമൂഹത്തിലെ ആ കാലത്തെ 1000 ആയിഷമാരുടെ വേദനിക്കുന്ന ജീവിതാനുഭവങ്ങൾ ആണ് വയലാർ ആയിഷ എന്ന കൃതിയിൽ കൂടി പ്രതിപാദിക്കുന്നത്. വായനക്കാരെ, വരുന്നു ഞാൻ നമ്മൾക്കൊരായിരം കൂട്ടങ്ങളില്ലേ പറയുവാൻ, വേദന വിങ്ങും സമൂഹത്തിൽ നിന്നു ഞാൻ വേരോടെ ചിന്തി പറിച്ചതാണ് ഈ കഥ, ഒക്കെ പകർത്തുവാൻ കഴിഞ്ഞിരിക്കിൽ നിൻകാഗതികേടിന് മാപ്പ് ചോദിച്ചു ഞാൻ. എല്ലാ കവികൾക്കും ഒരു കയ്യൊപ്പുണ്ടാകും. സ്നേഹിക്കയില്ല ഞാൻ നോവും ആത്മാവിനെ, സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും. അതാണ് വയലാർ രാമവർമ്മയുടെ കയ്യൊപ്പ്. ചങ്ങമ്പുഴയുടെ അനുകരണ കവി അല്ലെങ്കിൽ മാറ്റൊലി കവി എന്ന് വയലാറിനെ പരിഹസിച്ചവരോട് വയലാർ എന്റെ മാറ്റൊലി കവിതകൾ എന്ന പേരിൽ ഒരു കവിത പ്രസിദ്ധീകരിച്ചാണ് മറുപടി നൽകിയത്. വയലാറിന്റെ എല്ലാ കവിതകളും ഗാനങ്ങളും അചഞ്ചലമായ ധീരതയോടും ശുഭാപ്തി വിശ്വാസത്തോടും കൂടിയുള്ളതാണ്. മർദ്ദനത്തെ ധിക്കരിച്ചും ശിരസുയർത്തി നിൽക്കുന്ന ഒരു കവിയാണ് വയലാർ. ചങ്ങമ്പുഴ അവസാനിപ്പിച്ചത് അല്ലെങ്കിൽ നിർത്തിയെടുത്തിയെന്നാണ് വയലാർ ആരംഭിച്ചത്.
മനുഷ്യൻ അജയ്യനാണ്, ഈ ലോകം നിയന്ത്രിക്കുവാൻ കഴിവുള്ളവനായി വളർന്നു വരും എന്ന് മുൻകൂട്ടി കണ്ട കവിയാണ് വയലാർ രാമവർമ്മ. വയലാറിന് ഒരിക്കലും ഇരുട്ടിൽ തപ്പേണ്ടി വന്നിട്ടില്ല. താൻ എവിടെ നിൽക്കുന്നുവെന്നും എവിടെ നിൽക്കണമെന്നും കവിക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു. ചക്രവാളത്തിൻ മതിൽക്കെട്ടിന്മേൽ കയ്യും കുത്തി നിൽക്കും ഞാൻ പ്രപഞ്ചത്തിൻ ഭ്രമണം നിയന്ത്രിക്കാൻ. ഗോളങ്ങളെടുത്തു ഞാൻ പന്തടിക്കുമ്പോൾ വിദ്യും നാളങ്ങൾ കെടുത്തിയും കത്തിച്ചും രസിക്കുമ്പോൾ നീരവ നീലാകാശ മേഖലകളിൽ നാളെ താരകയെ നിന്നെ കൊണ്ടു നർത്തനം ചെയ്യിക്കും ഞാൻ. കുതിരപ്പുറത്തു ഞാൻ പാഞ്ഞുപോകുമ്പോൾ കയ്യിൽ കുതിരത്തുള്ളിക്കൊണ്ടൻ ചാട്ടവാറിളകുമ്പോൾ നടുങ്ങിപ്പോകുന്നില്ലേ നിമിഷങ്ങളിൽ കുളമ്പടികൾ പതിയുമ്പോൾ ഈ അണ്ടകടാഹങ്ങൾ. കാലമാണ് അവിശ്രമം പായുമെന്നശം സ്നേഹജ്വാലയാണെന്നിൽ കാണും ചൈതന്യം സനാതനം. മനുഷ്യന്റെ അസാധാരണമായ ശക്തി മഹത്വങ്ങളെ കുറിച്ച് അഭിമാനത്തോടെ പാടിയ കവിയാണ് വയലാർ രാമവർമ്മ. മനുഷ്യവംശം വിശ്വവിജയം നേടിയത് അവന്റെ ഉള്ളിൽ ആദിമകാലം മുതൽ ജനിച്ചിരുന്ന അജയ്യമായ സർഗശേഷിയിലാണെന്ന് തന്റെ കവിതകളിലൂടെ വയലാർ പ്രഖ്യാപിക്കുകയാണ്. ആ കൂട്ടത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ കവിതയാണ് അശ്വമേധം. ആരൊരാളൻ കുതിരയെ കെട്ടുവാൻ, ആരൊരാളതിൻ മാർഗം മുടക്കുവാൻ, ദിഗ്വിജയത്തിനൻ സർഗശക്തിയാമി കുതിരയെ വിട്ടയക്കുന്നു ഞാൻ. വിശ്വസംസ്കാര വേദിയിൽ പുത്തനാം അശ്വമേധം നടത്തുകയാണ് ഞാൻ എന്ന് പറയുന്ന കവി, നിങ്ങൾ കണ്ടോ ശിരസ്സുയർത്തി പായുമൻ കുതിരയെ, ചെമ്പൻ കുതിരയെ. മാനവരാശിയുടെ വളർച്ചയിൽ ഓരോ ഘട്ടത്തിലും സർഗശക്തി എങ്ങനെ പ്രയോജനപ്പെടുത്തുമെന്ന് കവി കൃത്യമായി സൂചിപ്പിക്കുകയാണ്. മനുഷ്യാതീതമായ അത്ഭുതങ്ങളല്ല, ജൈവപ്രകൃതിയിൽ നിന്ന് ആർജിച്ച മനുഷ്യശേഷിയാണ് ലോകത്തെയും നമ്മളെയും മുമ്പോട്ട് നയിക്കുന്നതെന്ന് വയലാർ തറപ്പിച്ച് പറയുന്നു. കരുത്തിന്റെയും അധികാരത്തിന്റെയും പ്രതീകമായ യാഗാശ്വത്തിന്റെ മനുഷ്യശക്തിയുടെ വർഷങ്ങളായുള്ള വിജയഗാഥയാണ് കാവ്യത്തിന്റെ പ്രതിപാദ്യം. വയലാർ ഗാനങ്ങളുടെ ഈരടികൾ കേൾക്കാത്ത ദിവസങ്ങൾ മലയാളിക്ക് ചുരുക്കമായിരിക്കും. ഭക്തിയെക്കുറിച്ചും കമ്മ്യൂണിസത്തെക്കുറിച്ചും ഒരുപോലെ എഴുതിയ എഴുത്തുകാരൻ വയലാറല്ലാതെ മറ്റാരുമില്ല. മാത്രമല്ല, മരണം വരെ തന്റെ നിരീശ്വരവാദത്തിൽ നിന്ന് വിട്ടുമാറിയിട്ടുമില്ല. വർഷങ്ങൾക്ക് മുമ്പ് വയലാർ പാടിയ പല കാര്യങ്ങളും പിന്നീട് യാഥാർത്ഥ്യമായി. മനുഷ്യൻ സൃഷ്ടിച്ച മതവും ജാതിയും മണ്ണും മനസ്സും പങ്കുവെക്കുന്നത് നാം കണ്ടു. കല്ലിനെ തൊഴുന്നവരോട് നിങ്ങൾ കൽപ്പണിക്കാരെ മറക്കരുത് എന്ന് സൂചിപ്പിച്ചു. ഭക്തിസാന്ദ്രമായ ഗാനങ്ങൾ നിരീശ്വരവാദിയായ വയലാർ എഴുതിയിരിക്കുന്നതിനെ കുറിച്ച് സൂചിപ്പിച്ചപ്പോൾ വയലാർ പറഞ്ഞത്, സനാതനമായ സത്യത്തെ ഈശ്വരനായി സങ്കല്പിച്ചുകൊണ്ട് സത്യത്തിന് വേണ്ടിയുള്ള ഉണർത്തുപാട്ടാണ് ഞാൻ എഴുതിയത് എന്നാണ്. ഭക്തിയെ മറയാക്കി നടക്കുന്ന കാപട്യങ്ങളെയാണ് ഞാൻ എതിർത്തത് എന്നാണ്. വയലാർ എന്നും മനുഷ്യപക്ഷത്തായിരുന്നു. മാനവികതയായിരുന്നു അദ്ദേഹത്തിന്റെ മതം. വയലാർ എഴുതി, ഈ മനോഹര തീരത്ത് ഇനിയൊരു ജന്മം കൂടി തരുമോ. വയലാറിന്റെ ഗാനങ്ങൾ എന്നും മനസ്സിൽ ഉരുടുന്നവരാണ് മലയാളികൾ. അശ്വമേധം നാടകത്തിലെ ചില്ലുമേടയിലിരുന്ന് എന്നെ കല്ലെറിയല്ലേ, അതുപോലെ തന്നെ വസന്തരെ വസന്തരെ മതിവരുവോളം ഇവിടെ ജീവിച്ച് മരിച്ചവരുണ്ടോ. തുലാഭാരത്തിൽ നഷ്ടപ്പെടുവാൻ വിലങ്ങുകൾ കിട്ടാനുള്ളത് പുതിയൊരു നാളെ. ജീവിതം അവസാനിക്കുന്നില്ല, ഈശ്വരൻ ഈ നാട്ടിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഇതിലെ വരുമായിരുന്നു. ഭാര്യയിൽ പെരിയാറേ പെരിയാറേ പർവ്വതനിരയുടെ പനിനീരെ. അശ്വമേധത്തിൽ ഒരിടത്ത് ജനനം ഒരിടത്ത് മരണം, ചുമലിൽ ജീവിതഭാരം. ദത്തുപുത്രനിൽ സ്വർഗത്തേക്കാൾ സുന്ദരമാണ് ഈ സ്വപ്നം വിടരും ഗ്രാമം. വാഴ്വേമായത്തിൽ മനുഷ്യനെ സ്നേഹിക്കുമ്പോൾ മനസ്സിൽ ദൈവം ജനിക്കുന്നു. ഒതേനന്റെ മകൻ ഗുരുവായൂർ അമ്പലനടിയിൽ ഒരു ദിവസം ഞാൻ പോകും, ഗോപുരവാതി തുറക്കും ഞാൻ ഗോപകുമാരനെ കാണും. അനുഭവങ്ങൾ പാളിച്ചകളിൽ സർവ്വരാജ്യ തൊഴിലാളികളെ സംഘടിക്കുവിൻ, സംഘടിച്ച് ശക്തരാകുവിൻ. ലൈൻ ബസിൽ അദ്വൈതം ജനിച്ച നാട്ടിൽ, ആദിശങ്കരൻ ജനിച്ച നാട്ടിൽ, 1000 ജാതികൾ, 1000 മതങ്ങൾ, 1000 ദൈവങ്ങൾ. പണിതീരാത്ത വീടിൽ കണ്ണുനീർ തുള്ളിയ സ്ത്രീയോട് ഉപമിച്ച കാവ്യഭാവനെ അഭിനന്ദനം അഭിനന്ദനം. യക്ഷിയിൽ സ്വർണ്ണച്ചാമരം വീശിയെത്തുന്ന സ്വപ്നമായിരുന്നെങ്കിൽ ഞാൻ. ഇങ്ങനെ എത്രയെത്ര ശ്രുതിമധുരമായ ഗാനങ്ങളാണ് നമുക്ക് നൽകിയത്, എത്രയെത്ര കവിതകളാണ് തന്നത്. മലയാള സാഹിത്യ സംഭാവനയ്ക്ക് നൽകുന്ന പ്രശസ്തമായ വയലാർ പുരസ്കാരം വയലാറിന്റെ ഓർമ്മക്കായി ഇന്നും നൽകി വരുന്നു. 2025 വയലാർ പുരസ്കാരം ഈ സന്തോഷ് കുമാറിന്റെ തപോമയുടെ അച്ഛൻ എന്ന നോവലിനാണ് ലഭിച്ചത്. 1975 ഒക്ടോബർ മാസം 27 പുലർച്ചെ 4 മണിക്ക് ഗുരുതരമായ കരൾബാധയെ തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വെച്ച് തന്റെ 47ാമത്തെ വയസ്സിൽ വയലാർ രാമവർമ്മ അന്തരിച്ചു. പ്രശസ്തിയുടെ നെറുകയിൽ നിൽക്കുമ്പോഴാണ് അദ്ദേഹത്തിന്റെ അകാല നിര്യാണം. മലയാളത്തിന്റെ പ്രിയപ്പെട്ട കവി വയലാർ രാമവർമ്മയുടെ ജ്വലിക്കുന്ന സ്മരണകൾക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. എല്ലാവർക്കും അഭിവാദ്യങ്ങൾ.